ഹായ് കേരറ്റ് ജയ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. കേരറ്റ്സ് 2025 ജൂലൈ മന്തിലായിരുന്നു BSF ട്രേഡ്സ്മാൻ്റെ നോട്ടിഫിക്കേഷൻ വന്നത്. ഫോം ഫില്ലിംഗ് കംപ്ലീറ്റ് ആയതിനു ശേഷം മിക്ക കുട്ടികളും ഈ ഒരു വേക്കൻസിയെ കുറിച്ച് മറന്നിരിക്കുകയാണ്. പക്ഷേ നമ്മളെ ഫോളോ ചെയ്യുന്ന എല്ലാവർക്കും അറിയാം, നമ്മൾ ആൾറെഡി ഒരു ഡേറ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. 2025 ഡിസംബറോടെ എന്തായാലും BSF ട്രേഡ്സ്മാൻ്റെ ഫിസിക്കൽ സ്റ്റാർട്ട് ആകാൻ പോകുന്നതായിരിക്കും. എല്ലാ കുട്ടികളും നല്ലപോലെ പഠിക്കണേ എന്നും പറഞ്ഞൊക്കെ നമ്മുടെ കാര്യങ്ങളെല്ലാം ഫോളോ ചെയ്ത് മിക്ക കുട്ടികളും കറക്റ്റായിട്ട് ഫിസിക്കൽ മെയിൻറ്റെയിൻ ചെയ്ത് കാണും. ഫൈനലി BSF ട്രേഡ്സ്മാൻ്റെ അഡ്മിറ്റ് കാർഡും വന്നിരിക്കുകയാണ്. അഡ്മിറ്റ് കാർഡ് ലഭിച്ച എല്ലാ കുട്ടികളുടെയും നെക്സ്റ്റ് പ്രോസസ്സ് എന്ന് പറയുന്നത് ഫിസിക്കൽ ടെസ്റ്റ് ആണ്. ഫിസിക്കൽ ടെസ്റ്റിനോടൊപ്പം തന്നെ അവരുടെ PST ടെസ്റ്റും കാണും. ഇന്നത്തെ വീഡിയോയിൽ നിങ്ങൾ ഫിസിക്കലിന് പോകുമ്പോൾ ഏതൊക്കെ ഡോക്യുമെൻ്റ് ആണ് കൊണ്ടുപോകേണ്ടത്, എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം, PST ആൻഡ് PET ടെസ്റ്റിലെ ഈവൻറ്റ് ഏതൊക്കെയാണ്, എല്ലാ കാര്യവും ഡീറ്റെയിൽ ആയിട്ട് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യുന്നതായിരിക്കും. വീഡിയോ പരമാവധി നിങ്ങൾ നമ്മുടെ കേരളത്തിലെ എല്ലാ ഡിഫൻസ് ഗ്രൂപ്പിലേക്കും ഷെയർ ചെയ്യുക. ഇതുപോലുള്ള അപ്ഡേറ്റഡ് കാര്യങ്ങൾ അറിയാനായിട്ട് നമ്മുടെ ഈ ഒരു ചാനൽ കൂടി തീർച്ചയായിട്ടും നിങ്ങൾ ഫോളോ ചെയ്തിരിക്കണം. വീഡിയോ സ്കിപ്പ് ചെയ്ത് ഫുൾ കാണുക. അപ്പോൾ നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. സിറ്റ് ബാക്ക്, റിലാക്സ്, എൻജോയ് ദ വീഡിയോ. അപ്പോൾ നമുക്ക് ഡീറ്റെയിൽ വീഡിയോയിലോട്ട് പോകാം. സ്റ്റാർട്ടിങ്ങിൽ ഞാൻ നിങ്ങളോട് കുറച്ച് കാര്യങ്ങൾ ഷെയർ ചെയ്യുകയാണ്. 2025 ജൂലൈ മന്തിൽ നോട്ടിഫിക്കേഷൻ വന്ന സമയത്തുണ്ടായിരുന്ന കുറച്ച് അപ്ഡേറ്റ്. ടോട്ടൽ വേക്കൻസി എന്ന് പറയുന്നത് 3588 ആണ്. ഇത് മെയിൽ ആൻഡ് ഫീമെയിൽ കേഡറ്റിൻ്റെ വേക്കൻസി കൂടി ചേർന്നിട്ടാണ് ഈ ടോട്ടൽ വേക്കൻസി എന്ന് പറയുന്നത്. മെയിൽ കേഡറ്റിൻ്റെ ടോട്ടൽ വേക്കൻസി ആയിരുന്നു 3406, ഫീമെയിൽ കേഡറ്റിന് 182 ആയിരുന്നു ടോട്ടൽ വേക്കൻസി എന്ന് പറയുന്നത്. ഒത്തിരി ട്രേഡിലേക്ക് വേക്കൻസി വന്നിട്ടുണ്ട്. കുട്ടികളെല്ലാവരും എന്തായാലും അവർക്ക് ഇഷ്ടപ്പെട്ട ട്രേഡ് അനുസരിച്ച് ഫോം ഫില്ല് ചെയ്ത് കാണും. എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ 10ാം ക്ലാസ് പാസ്സാൽ മാത്രം മതിയായിരുന്നു. എന്താണ് കുട്ടികളെ, 10ാം ക്ലാസ് പാസ്സാൽ മാത്രം മതിയായിരുന്നു ഈ ഒരു ട്രേഡിലേക്ക് അപ്ലൈ ചെയ്യാനായിട്ട്. ഇനി നമുക്ക് ഈ ഒരു ട്രേഡിൻ്റെ സെലക്ഷൻ പ്രോസസ്സ് എന്താണെന്ന് നോക്കാം. മുൻ വർഷങ്ങളിലെ BSF ട്രേഡ്സ്മാൻ്റെ സെലക്ഷൻ പ്രോസസ്സുമായിട്ട് മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. അത് തീർച്ചയായിട്ടും നിങ്ങൾ അറിഞ്ഞിരിക്കണം. 2025 നോട്ടിഫിക്കേഷൻ അപ്ഡേറ്റ് അനുസരിച്ച് 2025 BSF കോൺസ്റ്റബിൾ ട്രേഡ്സ്മാൻ്റെ സെലക്ഷൻ പ്രോസസ്സിലെ ഫസ്റ്റ് പ്രോസസ്സാണ് ഫിസിക്കൽ ടെസ്റ്റ്. നെക്സ്റ്റ് ആണ് റിട്ടൺ എക്സാം, പിന്നെ ട്രേഡ് ടെസ്റ്റ് ആൻഡ് സ്കിൽ ടെസ്റ്റ്, ഡോക്യുമെൻ്റ് വെരിഫിക്കേഷൻ, ഫൈനലി മെഡിക്കൽ എക്സാമിനേഷൻ, അതിനുശേഷം പിന്നെ ഫൈനൽ മെറിറ്റ് ലിസ്റ്റാണ് വരാൻ പോകുന്നത്. ഇതാണ് നിങ്ങളുടെ സെലക്ഷൻ പ്രോസസ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഫിസിക്കൽ ടെസ്റ്റിന് തയ്യാറെടുക്കുന്ന കുട്ടികൾ ഇതിനോടൊപ്പം തന്നെ എന്താണ്, റിട്ടേൺ എക്സാമിനൂടെ തയ്യാറെടുക്കണം. റിട്ടേൺ എക്സാമിൻ്റെ ക്ലാസ്സുകൾ ആലൻ ഡിഫൻസ് അക്കാഡമിയിൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഈ ഒരു വീഡിയോയുടെ അവസരം ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറയുന്നതായിരിക്കും. അതുകൊണ്ട് വീഡിയോ നിങ്ങൾ ഫുൾ കാണുക. അതിനുശേഷം ട്രേഡ് ടെസ്റ്റ് ഉണ്ട്. നമ്മുടെ അക്കാഡമിയിലെ ക്ലാസ്സിൽ ജോയിൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ട്രേഡ് ടെസ്റ്റിൻ്റെ അപ്ഡേറ്റ് നിങ്ങൾക്ക് കറക്റ്റായിട്ട് ലഭിക്കുന്നതായിരിക്കും. ഏതൊക്കെ ട്രേഡ് ടെസ്റ്റിന് ഏതൊക്കെ സർട്ടിഫിക്കറ്റാണ് വേണ്ടുന്നത്, എല്ലാ കാര്യങ്ങളും നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നതായിരിക്കും. പിന്നെ ഡോക്യുമെൻ്റ് വെരിഫിക്കേഷൻ, ഫൈനലി മെഡിക്കൽ എക്സാമിനേഷൻ. ഇനി നമുക്ക് ഓരോ കാര്യങ്ങളും നോക്കാം കുട്ടികളെ. ഫസ്റ്റ് ആണ് ഫിസിക്കൽ ടെസ്റ്റ് വരുന്നത്. നിങ്ങളവിടെ ചെല്ലുമ്പോൾ ഫിസിക്കൽ ടെസ്റ്റാണ് ആദ്യം. ഈവൻറ്റ് ഏതാണ് നിങ്ങൾ തീർച്ചയായിട്ടും അറിഞ്ഞിരിക്കണം. ആൺകുട്ടികൾക്ക് വരുന്ന 5 കിലോമീറ്റർ റണ്ണിംഗ് ആണ്. 24 മിനിറ്റിനുള്ളിൽ അവർ ഓടിയെത്തിയിരിക്കണം. RFID ചിപ്പ് ഉപയോഗിച്ചിട്ടാണ് റണ്ണിംഗ് വരാൻ പോകുന്നത്. പ്രോപ്പറായിട്ട് നിങ്ങൾ അഡ്മിറ്റ് കാർഡിൽ അത് മെൻഷൻ ചെയ്തിട്ടുണ്ട്. അഡ്മിറ്റ് കാർഡ് വന്ന എല്ലാ കുട്ടികളും ശ്രദ്ധിക്കണം. നിങ്ങളുടെ ലൊക്കേഷൻ എവിടെയാണോ അവിടെ നിങ്ങളൊന്ന് കോൺടാക്ട് ചെയ്യാൻ ട്രൈ ചെയ്യണം. ഗ്രൗണ്ട് ആണെന്നുണ്ടെങ്കിൽ എന്തായാലും ഉറപ്പാണ് അവിടെ 400 അല്ലെങ്കിൽ 500 ആയിരിക്കും ഒരു റൗണ്ട് വരാൻ പോകുന്നത്. അപ്പോൾ അതിനനുസരിച്ച് നിങ്ങൾ ട്രെയിനിങ് മെയിൻറ്റെയിൻ ചെയ്യണം. റോഡാണെങ്കിൽ പിന്നെ ഓക്കെയാണ്, 2.5 കിലോമീറ്റർ വൺ സൈഡ്, പിന്നെ തിരിച്ച് 2.5 കിലോമീറ്റർ. അത് വളരെ ഈസി ആയിരിക്കും. അത് ഏതാണെന്ന് നിങ്ങൾ തീർച്ചയായിട്ടും നിങ്ങൾ കൺഫേം ചെയ്യണം. അതിനുശേഷം അതനുസരിച്ചിട്ടുള്ള നിങ്ങൾ ട്രെയിനിങ് മെയിൻറ്റെയിൻ ചെയ്യണം. എന്നാൽ എനിക്ക് നിങ്ങളിത് പറയാനുള്ളത്, ഗ്രൗണ്ടിൽ നിങ്ങൾ നിങ്ങളുടെ ട്രെയിനിങ് മെയിൻറ്റെയിൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ റോഡിലും ഹെൽപ്പ് ചെയ്യുന്നതായിരിക്കും. ക്ലിയർ ആയല്ലോ? നമ്മുടെ കേരളത്തിൽ ഗ്രൗണ്ട് ഇല്ലാത്ത സ്ഥലങ്ങൾ എങ്ങും തന്നെയില്ല. എല്ലാവരുടെയും വീടിനടുത്ത് ഗ്രൗണ്ട് കാണും. ചിലപ്പോൾ തൊട്ടടുത്തായിരിക്കും, അല്ലെങ്കിൽ 2 to 5 കിലോമീറ്റർ ദൂരെ ആയിരിക്കും. നിങ്ങൾ അങ്ങനെയെങ്കിലും പോയിട്ടുന്ന ട്രെയിനിങ് നിങ്ങൾ മെയിൻറ്റെയിൻ ചെയ്തിരിക്കണം. 3 days നിങ്ങൾക്ക് റോഡ് ചെയ്യാം, അല്ലെങ്കിൽ 3 days നിങ്ങൾക്ക് ഗ്രൗണ്ട് ചെയ്യാം. ഗ്രൗണ്ട് അടുത്താണെന്നുണ്ടെങ്കിൽ ഫുൾ ഗ്യാരണ്ടിയോടെ ഞാൻ പറയുകയാണ്, ഗ്രൗണ്ടിൽ തന്നെ നിങ്ങൾ ട്രെയിനിങ് മെയിൻറ്റെയിൻ ചെയ്യാൻ പരമാവധി നോക്കണം. ഗേൾസിന് 1.6 കിലോമീറ്റർ റണ്ണിംഗ് ആണ്. 8 minutes 30 സെക്കൻഡിനുള്ളിൽ ഓടിയെത്തിയിരിക്കണം. ഇനി നമുക്ക് അഡ്മിറ്റ് കാർഡിൻ്റെ അപ്ഡേറ്റ് നോക്കാം. എല്ലാ കുട്ടികൾക്കും അഡ്മിറ്റ് കാർഡ് വന്നിട്ടുണ്ട്. അഡ്മിറ്റ് കാർഡിൽ വളരെ ക്ലിയർ ആയിട്ട് മെൻഷൻ ചെയ്തിട്ടുണ്ട് PET ആൻഡ് PST ത്രൂ RFID എന്ന്. ഇതിൽ തന്നെ നിങ്ങളുടെ എക്സാമിനേഷൻ സെൻറ്റർ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട്. നോക്കൂ കുട്ടികളെ, നിങ്ങൾക്ക് കാണാം എവിടെയാണോ നിങ്ങളുടെ ലൊക്കേഷൻ, അതനുസരിച്ച് നിങ്ങൾ നേരത്തെ പോയി അവിടെ നിങ്ങൾ റിപ്പോർട്ട് ചെയ്യാൻ നോക്കണം. റിപ്പോർട്ട് ചെയ്യുമെന്ന് പറഞ്ഞാൽ നേരത്തെ പോയി റൂമൊക്കെ എടുത്ത് കറക്റ്റായിട്ട് സ്റ്റേ ചെയ്യുക. കാരണം നെക്സ്റ്റ് ഡേയിൽ 6 മണിക്കാണ് നിങ്ങൾക്ക് അവിടെ റിപ്പോർട്ട് ചെയ്യേണ്ടത്. ചില കുട്ടികൾക്ക് തമിഴ്നാട് വന്നിട്ടുണ്ട്, ചില കുട്ടികൾക്ക് ബാംഗ്ലൂരാണ് വന്നിരിക്കുന്നത്. അത് ഏത് സെൻറ്റർ ആണെന്ന് അഡ്മിറ്റ് കാർഡ് നോക്കിയിട്ട് നിങ്ങൾ പ്രോപ്പറായിട്ട് ടിക്കറ്റ് എടുത്ത് നിങ്ങൾ പോകാൻ നോക്കണം. ക്ലിയർ? ഇനി നെക്സ്റ്റ് ഇമ്പോർട്ടൻറ്റ്, ഈ അഡ്മിറ്റ് കാർഡിൽ പറഞ്ഞിരിക്കുന്ന എല്ലാ കാര്യങ്ങളും ഡീറ്റെയിൽ ആയിട്ട് ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നതായിരിക്കും. നോക്കുക കുട്ടികളെ, ഫസ്റ്റ് ആണ് അവിടെ ചെല്ലുമ്പോൾ PST ടെസ്റ്റിൽ ഏതൊക്കെ കാര്യങ്ങൾ അവർ ചെക്ക് ചെയ്ത് ഞാൻ വളരെ ക്ലിയർ ആയിട്ട് പറഞ്ഞുതരാം. ഫസ്റ്റ് ആണ് ഹൈറ്റ്. എല്ലാ കേഡറ്റിനും വേണ്ട ഹൈറ്റാണ് 165 സെൻറ്റിമീറ്റർ. മെയിലാണ് ഞാൻ പറയുന്നത്. ഇവിടെ കാസ്റ്റ് വൈസ് കുറച്ച് ഡിഫറൻസ് ഉണ്ട്, അത് ഞാൻ പറയാം. ഇനി ചെസ്റ്റ് വേണ്ടുന്നത് 75-80 സെൻറ്റിമീറ്റർ ആണ്. ഇനി ഫീമെയിൽ കേഡറ്റിനോ, ഫീമെയിൽ കേഡറ്റിന് ഹൈറ്റ് വേണ്ടുന്നത് 155 സെൻറ്റിമീറ്റർ ആണ്. ക്ലിയർ ആയാലോ? ഇനി STയുടെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ST കേഡറ്റിന് മിനിമം ഹൈറ്റ് വേണ്ടുന്നത് 160 സെൻറ്റിമീറ്റർ ആണ്. മെയിലിന് 75-80 ആണ് അവരുടെ ചെസ്റ്റ്. പിന്നെ ഫീമെയിലിനോ 148 സെൻറ്റിമീറ്റർ ആണ് ഹൈറ്റ് വേണ്ടുന്നത്. ഇതാണ് PST ടെസ്റ്റിൽ നിങ്ങളുടെ ആദ്യം വരുന്നത്. നിങ്ങളുടെ ഹൈറ്റ് ചെക്ക് ചെയ്യും. 165 സെൻറ്റിമീറ്റർ, 160 സെൻറ്റിമീറ്റർ, പിന്നെ 155 സെൻറ്റിമീറ്റർ, 148 സെൻറ്റിമീറ്റർ. ഇതിനുശേഷം പിന്നെ ചെസ്റ്റാണ് വരുന്നത്. ഫീമെയിൽ കേഡറ്റിന് ചെസ്റ്റ് മെഷർമെൻറ്റ് എന്നൊരു ഈവൻറ്റ് അവിടെ ഇല്ല. ക്ലിയർ ആയാലും അതിനുശേഷം പിന്നെ നിങ്ങളെ വെയിറ്റ് ചെക്ക് ചെയ്യും. മിനിമം വെയിറ്റ് 50 kg ഉണ്ടായിരിക്കണം. എത്രയാണ്? 50 kg ഉണ്ടായിരിക്കണം.
ഓവർ വെയിറ്റ് ആണെന്നുണ്ടെങ്കിൽ ശ്രദ്ധിക്കുക, എല്ലാ കുട്ടികളും നിങ്ങൾക്ക് പ്രോബ്ലം വരും. എന്നാൽ ഫിസിക്കൽ പാസ്സാവുകയാണെന്നുണ്ടെങ്കിൽ ഓക്കെ ആണ്. പിന്നെ നിങ്ങളുടെ മെഡിക്കൽ സമയത്ത് വെയിറ്റ് കുറച്ചിട്ട് അവർ വരാൻ പറയും. ഓക്കെ അല്ല, അപ്പോൾ നിങ്ങളുടെ PST ടെസ്റ്റിലെ എല്ലാ കാര്യങ്ങളും വളരെ ക്ലിയർ ആയിട്ട് ഞാൻ ഷെയർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അഡ്മിറ്റ് കാർഡ് വന്നു, നിങ്ങൾക്ക് മനസ്സിലായി PST ടെസ്റ്റ് ഏതൊക്കെയാണെന്ന്. എല്ലാവരും ഹൈറ്റ് ചെക്ക് ചെയ്യുക, അതിനുശേഷം നിങ്ങളുടെ വെയിറ്റ് ചെക്ക് ചെയ്യുക. ഇനി നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടതാണ് നിങ്ങൾ പോകുമ്പോൾ കൊണ്ടുപോകേണ്ട ഇമ്പോർട്ടൻറ്റ് ഡോക്യുമെൻറ്റ് ഏതൊക്കെയാണെന്ന്. അതുകൂടി ഈ ഒരു വീഡിയോയിൽ ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാം. നിങ്ങൾക്ക് വന്ന അഡ്മിറ്റ് കാർഡ് നിങ്ങൾ തീർച്ചയായിട്ടും കൊണ്ടുപോകണം. എല്ലാത്തിൻ്റെയും മാക്സിമം 3 ഫോട്ടോ കോപ്പി എങ്കിലും നിങ്ങൾ കൊണ്ടുപോകാൻ നോക്കണം. പിന്നെ ഡൊമസൈൽ സർട്ടിഫിക്കറ്റ് കൊണ്ടുപോവുക, ആധാർ കാർഡ് കൊണ്ടുപോകണം, കാസ്റ്റ് സർട്ടിഫിക്കറ്റ് കൊണ്ടുപോവുക. കാസ്റ്റ് സർട്ടിഫിക്കറ്റിൻ്റെ കാര്യം പറയുമ്പോൾ ഈ ഒരു ട്രേഡിലേക്ക് OBC-കാർക്ക് 3 വർഷത്തെ ഇളവ് ലഭിച്ചിട്ടുണ്ട്, SC/STക്ക് 5 വർഷത്തെ ഇളവ് ലഭിച്ചിട്ടുണ്ട്. തീർച്ചയായിട്ടും നിങ്ങൾ കാസ്റ്റ് സർട്ടിഫിക്കറ്റ് കൊണ്ടുപോയിരിക്കണം, നിങ്ങൾക്ക് ഏതെങ്കിലും രീതിയിൽ റിസർവേഷൻ ലഭിച്ചിട്ടുണ്ടെങ്കിൽ. ക്ലിയർ അല്ല കുട്ടികളെ? പിന്നെ നിങ്ങളുടെ SLC സർട്ടിഫിക്കറ്റ് നിങ്ങൾ തീർച്ചയായിട്ടും കൊണ്ടുപോയിരിക്കണം. പിന്നെ 5 to 10 ഫോട്ടോ നിങ്ങൾ കരുതിയിരിക്കണം നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ. കേഡറ്റ്സ്, പിന്നെ ഒരു കാര്യം അറിഞ്ഞിരിക്കണം, ഈ എല്ലാ ഡോക്യുമെൻറ്റും ഒറിജിനൽ നിങ്ങൾ തീർച്ചയായിട്ടും കൊണ്ടുപോകണം. ഇല്ലെങ്കിൽ അവിടെ നിങ്ങൾക്ക് പ്രോബ്ലം വരുന്നതായിരിക്കും. ഇത്രയും ദൂരം പോയിട്ട് പിന്നെ നിങ്ങളെ തിരിച്ചിങ്ങോട്ട് പറഞ്ഞയക്കുമ്പോൾ നിങ്ങൾക്ക് വളരെ ബുദ്ധിമുട്ട് വരും. നിങ്ങളുടെ ഫിസിക്കൽ ഇവൻറ്റ് നഷ്ടപ്പെടുന്നതായിരിക്കും. തമിഴ്നാട്ടിലാണ് ചില കുട്ടികൾക്ക്, ചിലർക്ക് ബാംഗ്ലൂരാണ്. പിന്നെ നിങ്ങളുടെ ചാൻസ് നഷ്ടപ്പെടുന്നതായിരിക്കും. അതുകൊണ്ട് എല്ലാത്തിനും ഒറിജിനൽ കൊണ്ടുപോകണം. പോകുമ്പോൾ വളരെ നിങ്ങൾ ശ്രദ്ധിച്ച് വേണം പോകേണ്ടെന്ന്. ട്രെയിനിൽ ട്രാവൽ ചെയ്യുമ്പോൾ സർട്ടിഫിക്കറ്റ് ഒന്നും നഷ്ടപ്പെടരുത്. നല്ല രീതിയിൽ കെയർ ചെയ്തിട്ട് വേണം നിങ്ങൾ നിങ്ങളുടെ ഡോക്യുമെൻ്റ് എല്ലാം കൊണ്ടുപോകേണ്ടത്. എല്ലാ കാര്യങ്ങളും ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറഞ്ഞു കഴിഞ്ഞു. ഇനിയും നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ മെൻഷൻ ചെയ്യാവുന്നതാണ്. അല്ലെങ്കിൽ ഈ ഒരു വീഡിയോ അവസാനം ഞാനൊരു നമ്പർ നിങ്ങൾക്ക് തരുന്നതായിരിക്കും. ആ ഒരു നമ്പറിൽ നിങ്ങൾ കോൺടാക്ട് ചെയ്താൽ നിങ്ങൾക്ക് കറക്റ്റ് ആയിട്ടുള്ള അപ്ഡേറ്റ് ലഭിക്കുന്നതായിരിക്കും. കേഡറ്റ്സ്, BSF ട്രേഡ്സ്മാന് വേണ്ടിയിട്ടുള്ള ഓൺലൈൻ ആൻഡ് ഓഫ്ലൈൻ ക്ലാസ്സുകൾ ആനന്ദ് ഡിഫൻസ് അക്കാഡമിയിൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഫിസിക്കൽ പ്ലസ് റിട്ടേൺ ക്ലാസ്സുകൾ നിങ്ങൾക്ക് ഇവിടെ നിന്ന് ലഭിക്കുന്നതായിരിക്കും. ഫിസിക്കൽ ട്രെയിനിങ് ലഭിക്കും. പിന്നെ ബെസ്റ്റ് BS മെൻറ്റേഴ്സ് ഗൈഡൻസ് നിങ്ങൾക്ക് ലഭിക്കും. ഡെയിലി ക്ലാസ്സസ് ആൻഡ് റെക്കോർഡഡ് സെഷൻ ലഭിക്കും. ബെസ്റ്റ് സ്റ്റഡി മെറ്റീരിയൽ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. BSFൻ്റെ മാത്രമായിട്ടുള്ളത് ഡെയിലി പ്രാക്ടീസ് പേപ്പർ, റിവിഷൻ ക്ലാസ്, വീക്കിലി എക്സാം, മോക്ക് ടെസ്റ്റ്, ഇതെല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ താഴെ കാണുന്ന കോൺടാക്ട് നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്. ഈ ഒരു ഫീസ് എന്ന് പറഞ്ഞാൽ ഇത് ഓഫ്ലൈൻ ഫീസിൻ്റെയാണ്. ഓഫ്ലൈൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഒരു ഫീസിൽ ഫിസിക്കൽ ട്രെയിനിങ് പ്ലസ് ക്ലാസ്സും ലഭിക്കുന്നതായിരിക്കും. ഇനി നിങ്ങൾക്കിവിടെ ഓൺലൈൻ ക്ലാസ് മാത്രം മതിയെന്നുണ്ടെങ്കിൽ ടോട്ടൽ ഫീസ് വരുന്നത് 2500 രൂപയാണ്. ക്ലാസ്സിന് മാത്രമാണ് കുട്ടികളെ. ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് താഴെ കാണുന്ന കോൺടാക്ട് നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്. ഇനി 2025 SSCGയുടെയും ക്ലാസ്സുകൾ നമ്മളിവിടെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. മലയാളത്തിൽ നിങ്ങൾക്ക് ക്ലാസ് ലഭിക്കുന്നതായിരിക്കും. BSF ട്രേഡ്സ്മാൻ്റെ ക്ലാസ്സുകൾ മലയാളത്തിൽ ഇംഗ്ലീഷിൽ ലഭിക്കും. ടോട്ടൽ ഫീസ് 2500 രൂപയാണ്. ഈ ഒരു ഫീസിൽ നിങ്ങൾക്ക് ഫിസിക്കൽ ട്രെയിനിങ് ഇവിടെ നിന്ന് ലഭിക്കുന്നതായിരിക്കും. ഡെയിലി ലൈവ് ക്ലാസ്സസ് ഉണ്ട്, റെക്കോർഡഡ് സെഷൻ ഉണ്ട്, വീക്കിലി 6 days ക്ലാസ് ഉണ്ട്, ഡെയിലി പ്രാക്ടീസ് പേപ്പർ ഉണ്ട്, 150+ മോക്ക് ടെസ്റ്റ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് താഴെ കാണുന്ന കോൺടാക്ട് നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്. ഫൈനലി, ആനന്ദ് ഡിഫൻസ് അക്കാഡമിയുടെ എല്ലാ പ്ലാറ്റ്ഫോമും ഫോളോ ചെയ്യുക. എല്ലാ കുട്ടികളും, ഇത് നമ്മുടെ ഇൻസ്റ്റാ പേജാണ്, എല്ലാവരും സെർച്ച് ചെയ്തിട്ട് ഉടനെ തന്നെ ജോയിൻ ചെയ്യുക. ഇത് നമ്മുടെ വാട്സപ്പ് ചാനലാണ്, ഇവിടെയും ജോയിൻ ചെയ്യുക. കറക്റ്റായിട്ടുള്ള അപ്ഡേറ്റ്സ് നിങ്ങൾക്ക് ലഭിക്കാനായിട്ട്. ഫൈനലി, നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണ്ടി നമ്മുടെ അക്കാഡമി ഒരു നമ്പർ പ്രൊവൈഡ് ചെയ്യുകയാണ്. നിങ്ങൾ എന്തെങ്കിലും പേഴ്സണൽ ഡൗട്ട് ആണെങ്കിൽ ധൈര്യമായിട്ട് നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം. അറ്റ് ദ സെയിം ടൈം നിങ്ങൾക്ക് നമ്മുടെ അക്കാഡമിയിൽ ഏതെങ്കിലും കോഴ്സിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ, ഡൗട്ട് ഉണ്ടെങ്കിൽ ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ഇതുപോലുള്ള ഇൻഫോർമേറ്റീവ് കാര്യങ്ങൾ അറിയാൻ ഈ ഒരു ചാനൽ തീർച്ചയായിട്ടും ഫോളോ ചെയ്യുക. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുപോലുള്ള അപ്ഡേറ്റ്സ് ഇനിയും ലഭിക്കാനായിട്ട് തീർച്ചയായിട്ടും നിങ്ങൾ വെയിറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് വേറൊരു ഉടനെ കാണാം. താങ്ക് യു സോ മച്ച്. ജയ് ഹിന്ദ്.